നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വൃക്ഷം വിറകിനായി ഉപയോഗിക്കാറില്ല. ഇത് രോഗികളുടെ ജീവൻ രക്ഷിക്കും. ആയുർവേദത്തിലെ ഔഷധക്കൂട്ടായ ദശമൂലകങ്ങളിൽ ബൃഹത് പഞ്ചമൂലത്തിലെ പ്രധാന ചേരുവയാണ് കൂവളം. ബേൽ, ശ്രീഫലം തുടങ്ങിയ പേരുകൾ അറിയപ്പെടുന്നു ഇവ. ഇന്ത്യയിൽ വേദകാലം മുതൽ കൂവളം ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. ഹൈന്ദവ വിശ്വാസികൾക്ക് ഇത് പുണ്യവൃക്ഷം. ശിവക്ഷേത്രങ്ങളോട് ചേർന്ന് കൂവളമരം കാണാം. വഴിപാടായി കൂവളമാല സമർപ്പിക്കാറുണ്ടല്ലോ. വിശ്വാസികൾ ഈ മരം വിറകിനായി ഉപയോഗിക്കാറില്ല. കൂവളമരം വീട്ടുവളപ്പിൽ നിന്നുണങ്ങാൻ ഇടവരുത്തുകയുമില്ല. ഇന്ത്യയിൽ എല്ലായിടത്തും കൂവളം കാണാം. പെട്ടെന്ന് വളർന്ന് വലുതാകുന്ന വൃക്ഷമല്ല കൂവളം. സൂചി പോലുള്ള മുള്ളുകളുമായി ശാഖകളും ഉപശാഖകളുമായി 10 മുതൽ 12 മീറ്റർ വരെ ഉയരത്തിൽ വളരും. 3 ദലകങ്ങൾ ചേർന്ന ഇല കൂവളത്തിൻ്റെ വിഷഹരണ ഗുണം പ്രസിദ്ധമാണ്. വേര്, ഇല, ഫലമഞ്ച, കാണ്ഡം, തൊലി, പൂവ് എന്നിവയ്ക്കെല്ലാം ഔഷധ ഗുണമുണ്ട്. ഒട്ടേറെ ജൈവ രാസ ഘടകങ്ങളുണ്ട് കൂവളത്തിൽ. ചികിത്സയിൽ അതിസാരം, ഗ്രഹണി, മഞ്ഞപ്പിത്തം, അർശസ്, അഗ്നിമാന്ദ്യം, ഛർദി, പനി, ദേഹത്തെ നീർക്കെട്ട്, ഗുൽമം, മഹോദരം, കഫവാത രോഗങ്ങൾ, പ്രസവ സംബന്ധ പ്രശ്നങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, വയറുവേദന, വയറ്റിലെ രക്തസ്രാവം തുടങ്ങിയവയുടെ ചികിത്സയിൽ കൂവളം തനിച്ചും മറ്റുള്ളവയോട് ചേർത്തും മരുന്നുണ്ടാക്കിയും ഉപയോഗിക്കുന്നു. കൂവളപ്പഴത്തിന് മൃദുവിരേചന സ്വഭാവമുള്ളതിനാൽ വെള്ളം ചേർത്ത് സിറപ്പ് രൂപത്തിൽ കഴിക്കുന്നത് വിട്ടുമാറാത്ത മലബന്ധം, മൂലക്കുരു, പോഷകാഹാരക്കുറവ് എന്നിവയ്ക്ക് പ്രതിവിധിയാണ്. വയറിളക്കവും മലബന്ധവും ആവർത്തിച്ച് വരുന്നവർക്ക് ദിവസവും രാവിലെ ഇത് നൽകാം. കൂവളക്കായ വറുത്ത് പൊടിച്ച് ശർക്കര ചേർത്ത് സേവിക്കുന്നത് ആഹാരം ആഗിരണം ചെയ്യാനുള്ള കുടലിൻ്റെ ശക്തി കൂട്ടും. കൂവളത്തിൻ്റെ തളിരിലയുടെ നീര് പനി, ചെങ്കണ്ണ്, കഫജ്വരം എന്നിവയ്ക്കും മറ്റ് കഫവികാരങ്ങൾക്കും ആശ്വാസം നൽകും. ചെങ്കണ്ണ് ശമിക്കാൻ കൂവളത്തിൻ്റെ ഇല അരച്ച് പുറം പോളകളിൽ പുരട്ടുകയാവാം. ഇല അരച്ച് പാകത്തിന് കുരുമുളക് ചേർത്ത് സേവിച്ചാൽ ശരീര ദുർഗന്ധം ശമിക്കും. കൂവളയില സ്വരസം ഓരോ ടീസ്പൂൺ രാവിലെ സേവിക്കുന്നതും ദിവസവും 3-4 ഇലകൾ ചവച്ചിറക്കുന്നതും പ്രമേഹ ശമനത്തിന് ഉപകരിക്കും. ജലദോഷം, ചുമ, ശ്വാസമുട്ടൽ എന്നിവയ്ക്കും ഇലയുടെ സ്വരസം ഫലം നൽകും. കൂവളക്കായ ഗോമൂത്രത്തിലരച്ച് ആട്ടിൻപാൽ ചേർത്ത് കാച്ചിയെടുക്കുന്ന തൈലം ചെവിയിലൊഴിക്കുന്നത് ബധിരത കുറയ്ക്കും. ഇല ഇടിച്ച് പിഴിഞ്ഞ് നീര് ചേർത്ത് എണ്ണ കാച്ചി ചെവിയിൽ 3 തുള്ളി വീതം ഒഴിച്ചാൽ ചെവിവേദന, പഴുപ്പ് എന്നിവയും ശമിക്കും. പഴുത്ത കൂവളക്കായ മജ്ജ ഉണക്കിപ്പൊടിച്ച് ഇരട്ടി മധുരം പൊടിച്ചതും ശർക്കരയും തേനും കഞ്ഞിവെള്ളവും ചേർത്ത് സേവിക്കുന്നത് പിത്തതിസാരം ശമിപ്പിക്കും. ഗ്രഹണി രോഗി മോര് മാത്രം കുടിക്കുകയും മരുന്നായി പഴുക്കാത്ത കൂവളക്കായ മജ്ജയും ചുക്കും ശർക്കരയും ചേർത്ത് സേവിക്കുകയും ചെയ്യുന്നത് രോഗശമനമുണ്ടാക്കും. മഞ്ഞപ്പിത്തം മാറുന്നതിന് കൂവളത്തില നീര് തൃകടു ചേർത്ത് നൽകാറുണ്ട്. പഴുത്ത കൂവളക്കായ മജ്ജ ചേർത്തുണ്ടാക്കുന്ന സിറപ്പ് വാൽമുളകും പാലും ചേർത്ത് സേവിച്ചാൽ പഴകിയ അസ്ഥിസ്രാവം സുഖപ്പെടുമെന്ന് പറയുന്നു. കൂവളക്കായ മജ്ജ ഉണക്കിപ്പൊടിച്ച് തേൻ ചേർത്ത് 3 മുതൽ 10 ഗ്രാം വരെ സേവിച്ചാൽ അതിസാരം, ഉദര കൃമിശല്യം എന്നിവ ശമിക്കും. പാതിമൂത്ത കൂവളക്കായുടെ ഉള്ളിലെ മജ്ജ വേർതിരിച്ച് ഉണക്കിപ്പൊടിച്ച് ദിവസവും 1 നുള്ളു വീതം നൽകിയാൽ കുട്ടികളിലെ വിട്ടുമാറാത്ത വയറിളക്കത്തിന് ആശ്വാസം ലഭിക്കും. വേരിൻ്റെ തൊലി പൊടിച്ച് അല്പം വീതം പുളിക്കാത്ത മോരിൽ ചേർത്ത് ഭക്ഷണത്തിന് ശേഷം സേവിക്കുന്നത് ഉറക്കം കിട്ടാൻ നല്ലതാണ്. മരത്തിൻ്റെ തൊലി ഇടിച്ചു പിഴിഞ്ഞ് നീര് അല്പം ജീരകം ചേർത്ത് പാലിൽ കഴിക്കുന്നത് ശരീരത്തിലുണ്ടാകുന്ന നീര്, വാരിഭാഗത്തെ വേദന എന്നിവ ശമിപ്പിക്കും. കൂവള വേരിൻ കഷായം മിതമായ ചൂടോടെ പരന്ന പാത്രത്തിലൊഴിച്ച് അതിൽ അർശോരോഗി ഇരിക്കുന്നതും രോഗതീവ്രത കുറയ്ക്കും. രക്താർശസ് രോഗികൾക്ക് കൂവളക്കായ പൊടിച്ച് മോര് ചേർത്ത് നൽകിയാൽ രക്തം പോക്ക് കുറയും. ദശമൂലാരിഷ്ടം, ധന്വന്തരാരിഷ്ടം, വില്ലാതി ലേഹ്യം, ചവനപ്രാശം, വില്ലാതി ഗുളിക, ഇന്ദുകാന്തം കഷായം, ഘൃതം, സുകുമാരം കഷായം, അസ്നവില്ലാതി തൈലം, അസ്ന ഏലാതി തൈലം, വലിയ നാരായണ തൈലം, അണുതൈലം, മഹാബല തൈലം, സുവർണ മസ്താദി ഗുളിക തുടങ്ങിയ ഒട്ടേറെ ആയുർവേദ മരുന്നുകളിലെ പ്രധാന ചേരുവയാണ് കൂവളം. ഔഷധ ഗുണങ്ങളുള്ളതും ഔഷധ നിർമ്മാണത്തിന് ആവശ്യമുള്ളതുമായ ഈ മരുന്ന് ചെടി വീട്ടുവളർപ്പിൽ നട്ടു വളർത്തുന്നത് ഉപകാരപ്രദമായിരിക്കും. കൂവളത്തിൻ്റെ പരിപാലനം. കേരളത്തിലെവിടെയും നന്നായി വളർത്താവുന്ന കൂവളത്തിൻ്റെ വംശവർധനയ്ക്ക് തൈയാണ് നടേണ്ടത്. പ്രായമായ മരങ്ങളിൽ ഡിസംബർ, ജനുവരി മാസങ്ങളിൽ കായ്കൾ പാകമാകും. കായ്കളിൽ നിന്ന് വിത്തെടുത്ത് കഴുകി വെയിലത്തിട്ടുണക്കി സൂക്ഷിക്കാം. വിത്തുകൾ
തവാരണകളിൽ പാകുന്നതിന് മുമ്പ് 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വിത്ത് പാകി പുറമെ വൈക്കോൽ കൊണ്ട് പുതയിടണം. കൃത്യമായി നനയ്ക്കണം. വിത്തുകൾ 15 മുതൽ 20 ദിവസം കൊണ്ട് കിളിർക്കുന്നു. തൈക്ക് 6 ഇല പ്രായമായാൽ വേരുകൾ പൊട്ടാതെ പറിച്ചെടുത്ത് പോട്ടിംഗ് മിശ്രിതം നിറച്ച് പോളിത്തീൻ ബാഗുകളിൽ നടണം. ഇവയിൽ നിന്ന് 2-3 പ്രായമായ തൈകൾ ഓരോ കുഴിയിലും നടുക. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നടാൻ പറ്റിയ സമയം. ഇതിന് 45x45x45 സെൻറ്റിമീറ്റർ വലുപ്പത്തിൽ 3 മീറ്റർ അകലത്തിൽ കുഴികൾ എടുക്കണം. കുഴിയിൽ നിന്നെടുത്ത മേൽമണ്ണും ജൈവവളങ്ങളും ചേർത്തിളക്കി നിറച്ചതിന് ശേഷം തൈ നടാം. തൈകൾ വേനൽക്കാലത്ത് നനയ്ക്കണം. വർഷം തോറും ജൈവവളങ്ങൾ ചേർക്കണം. 10 വർഷമാകുന്നതോടെ തടിയും വേരും ആവശ്യത്തിന് എടുക്കാം. കൂവളം ദശമൂല ഔഷധത്തിൽ പ്രധാന ചേരുവയാണ്. വാതരോഗങ്ങൾ, കാസം, കഫക്കെട്ട്, പനി, തലവേദന, പ്രമേഹം, ഉദരരോഗങ്ങൾ എന്നിവയ്ക്ക് ഇതിൻ്റെ ഇലയും വേരും ഫലമജ്ജയും ഔഷധമാണ്. ദശമൂലാരിഷ്ടം, രസായനം, വില്ലാതി ഗുളിക, വില്ലാതി ലേഹ്യം എന്നിവയിൽ കൂവള വേരു പ്രധാന ചേരുവയാണ്. കൂവളം 2 ഇനങ്ങളുണ്ട്, ഉത്തരേന്ത്യനും ദക്ഷിണേന്ത്യനും. കൃഷിക്ക് പറ്റിയത് ഉത്തരേന്ത്യനാണ്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.